290 ഇന്നോവ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ എർട്ടിക 390. അതെ, എർട്ടിക ഉണ്ട് 390. ആ റേഞ്ചിലൊക്കെ ഉള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. 7 സീറ്റർ വണ്ടികളാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മളടുത്ത് കൂടുതലുള്ളത്. ക്രിസ്റ്റകള് Z ഓട്ടോമാറ്റിക്, G4 ഓട്ടോമാറ്റിക്, 2020, 2017, 2021 ഒക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക്. പിന്നെ ഇന്നോവ കാർ ഗ്രേ കളർ കുറെ ഉണ്ടല്ലേ? ഗ്രേ കളർ ഇന്നോവ കാർ ഒരു 10-20 നമ്മളെ കയ്യിൽ 15 ലോ കിലോമീറ്റർ വണ്ടികളുണ്ട്. ക്രിസ്റ്റ ഒക്കെ ഇതും ഓട്ടോമാറ്റിക്, ഇതും ഓട്ടോമാറ്റിക്, ആ ക്രിസ്റ്റയും ഓട്ടോമാറ്റിക്, ഒരുപാട് ഓട്ടോമാറ്റിക് 2.4 ഓട്ടോമാറ്റിക്, 2.8 ഓട്ടോമാറ്റിക് എല്ലാം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി ഡീലർ പ്രൈസിന് ഫോർച്യൂണർ ഒരു വണ്ടി മാത്രം. ഫോർച്യൂണർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വണ്ടികൾ എല്ലാം വിറ്റുപോയി. ഒരുപാട് വണ്ടികൾ വിറ്റുപോയി. ഇനി അതില് നമ്മളിപ്പോ ഒരു വണ്ടി നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ആ വണ്ടി നിങ്ങൾക്ക് 2015 KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ RB മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് 7 സീറ്റർ ചാകര അല്ല? അതെ അതെ, എല്ലാത്തരം വാഹനങ്ങളുണ്ട്. എല്ലാത്തരം ഇന്നോവകളാണെങ്കിലും ക്രിസ്റ്റകളാണെങ്കിലും എല്ലാ ബഡ്ജറ്റിലുള്ള ആളുകൾക്കും ഏകദേശം ബേസിക് തന്നെ ഒരു 2,90,000 മുതലുള്ള ഇന്നോവകൾ നമ്മൾക്ക് 290 ഇന്നോവ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ എർട്ടിക 390. അതെ, എർട്ടിക ഉണ്ട് 390. ആ റേഞ്ചിലൊക്കെ ഉള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. 7 സീറ്റർ വണ്ടികളാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മളടുത്ത് കൂടുതലുള്ളത്. ക്രിസ്റ്റകള് Z ഓട്ടോമാറ്റിക്, G4 ഓട്ടോമാറ്റിക്, 2020, 2017, 2021 ഒക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക്. പിന്നെ ഇന്നോവ കാർ ഗ്രേ കളർ കുറെ ഉണ്ടല്ലേ? ഗ്രേ കളർ ഇന്നോവ കാർ ഒരു 10-20 നമ്മളെ കയ്യിൽ 15 ലോ കിലോമീറ്റർ വണ്ടികളുണ്ട്. ക്രിസ്റ്റ ഒക്കെ ഇതും ഓട്ടോമാറ്റിക്, ഇതും ഓട്ടോമാറ്റിക്, ആ ക്രിസ്റ്റയും ഓട്ടോമാറ്റിക്, ഒരുപാട് ഓട്ടോമാറ്റിക് 2.4 ഓട്ടോമാറ്റിക്, 2.8 ഓട്ടോമാറ്റിക് എല്ലാം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി ഡീലർ പ്രൈസിന് ഫോർച്യൂണർ ഒരു വണ്ടി മാത്രം. ഫോർച്യൂണർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വണ്ടികൾ എല്ലാം വിറ്റുപോയി. ഇനി അതില് നമ്മളിപ്പോ ഒരു വണ്ടി നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ആ വണ്ടി നിങ്ങൾക്ക് 2015 ഫോർച്യൂണർ നിങ്ങൾ അന്വേഷിച്ചോളൂ. 10,90,000 നെറ്റ് പ്രൈസ് ആണ്. 15 ഫോർച്യൂണർ. ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി വന്ന കണ്ടീഷനിലാണ് അവര്. അപ്പൊ നിങ്ങൾ ചെയ്യാണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കണം. വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. 10-15 രൂപന്റെ 20 രൂപന്റെ ഡീലർ പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പറ്റും. വണ്ടിയുടെ 4 ടയറും പുതിയത്, പുതിയ ബാറ്ററി, പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ തന്നെ NOC എടുത്തു തരാൻ പറ്റും. അപ്പൊ ആ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഒരു വണ്ടി മാത്രം നമ്മൾ ഡീലർ പ്രൈസിന് കൊടുക്കാൻ വേണ്ടിട്ട് വന്ന കണ്ടീഷനിൽ കൊടുക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ വന്ന വണ്ടികളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ 7 സീറ്റിൽ ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണർ അല്ലാതെ പിന്നെ മൊബീലിയോ ഉണ്ടല്ലേ? BRV ഉണ്ട്, അതുപോലെ തന്നെ എർട്ടിക ഉണ്ട്, പിന്നെ കോമ്പാക്ട് XUV ഡസ്റ്റർ, ടെറാനോ എല്ലാം നമ്മുടെ കയ്യിൽ. അതിന്റെ 5 സീറ്റിന്റെ വേറൊരു വീഡിയോ ഉണ്ടാക്കാം. ഇതിപ്പോ ഈ വീഡിയോയിൽ നമുക്ക് 7 സീറ്റർ വാഹനങ്ങൾ ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോ ബ്രോ, പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഏത് വാഹനം എടുക്കുകയാണെങ്കിലും മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് നമ്മൾ ഗ്യാരണ്ടിയാണ്. കൂടാതെ തന്നെ ഓരോ വാഹനവും അതിൻ്റെതായ മോഡലിനനുസരിച്ചുള്ള ചെക്കിങ് നിങ്ങൾ ചെയ്യണം. പറ്റ പഴയ വണ്ടികൾ എടുക്കുമ്പോൾ 2015 താഴോട്ട് ഏകദേശം 12-13 ഒക്കെ വാഹനം എടുക്കുമ്പോൾ കൂട്ടത്തിലെ വണ്ടിയുടെ അണ്ടർ ബോഡിയിലുള്ള തുരുമ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്തിട്ടേ എടുക്കുള്ളൂ. എന്നാലും നിങ്ങളും ഏത് വണ്ടി എടുക്കുമ്പോഴും ചെക്ക് ചെയ്തിട്ട് മാത്രമേ എവിടുന്ന് വണ്ടി എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കുമ്പോൾ, കടലോര മേഖലയിലുള്ള വണ്ടികൾ എടുക്കുമ്പോൾ പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ പൊന്നാനി ആ ഭാഗങ്ങളിലുള്ള വണ്ടികൾക്ക് തുരുമ്പ് കൂടാൻ സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ ഓടിക്കുന്ന അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെ ലിഫ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളെ തൊട്ടടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നോക്കട്ടെ. പിന്നെ അപ്പോ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. മലപ്പുറം വണ്ടൂര് പുളിയക്കോടാണ് നമ്മുടെ ലൊക്കേഷൻ വന്നുള്ളത്. പെരിന്തൽമണ്ണ റോട്ടില് 2 കിലോമീറ്റർ മാറിയിട്ട്, അതായത് വണ്ടൂരിന്ന് പെരിന്തൽമണ്ണ റോട്ടിലോട്ട് പോകുമ്പോൾ 2 കിലോമീറ്റർ മാറിയ നമ്മുടെ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുവണ്ടികൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ ഓണത്തിന്റെ ഓഫർ എന്ന് കൊടുക്കണ്ട? സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മുടെ ഓണം ഓഫർ. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും അല്ല? അതെ, അതാണ് ഓഫർ. അതെ. അപ്പോ ബ്രോ വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? നേരെ വീഡിയോയിലേക്ക് പോവാം.
ഫോർച്യൂണർ കാണിച്ചു കൊടുക്കാം. അതെ അതെ, അത് നല്ല കിടുക്കാച്ച് വണ്ടി. ഈ വണ്ടി നമ്പർ മറിച്ചത് ഡീലർ പേസിന് കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ വണ്ടി നമ്പർ അയച്ചുതരാം. ഹിസ്റ്ററി നമുക്ക് അയച്ചുതരാം. ഹിസ്റ്ററി ഉണ്ട്. 2015 4x2 ഓട്ടോമാറ്റിക്. 4x2 ഓട്ടോമാറ്റിക്. റേറ്റ് ആണ് ഹൈലൈറ്റ്. 10,90,000 രൂപ നെറ്റ് ഈ ഒരു കണ്ടീഷനിൽ. ഈ ഒന്നും ചെയ്തിട്ടില്ല, വന്ന കണ്ടീഷൻ ചെയ്യണം. ഈ ഒരു റേറ്റിന് നമുക്ക് വേറെ വണ്ടി കിട്ടുമോ നോക്കിക്കളി. 15 ലാസ്റ്റ്. അതും പക്ക പ്രൈവറ്റ് വണ്ടി, ടാക്സി ഓടിയ വണ്ടിയല്ല. 2,00,000 സംതിങ് കിലോമീറ്റർ ഓടിന്. അതും ഹിസ്റ്ററിയുടെ PDF നിങ്ങൾക്ക് അയച്ചുതരാൻ പറ്റും. 4 ടയർ പുതിയത്, ബാറ്ററി പുതിയതാണ്. ഇൻഷുറൻസ് തേർഡ് പാർട്ടിന്റെ പൈസ വെച്ച് കൊടുക്കുകയും ചെയ്യും. ലോൺ വേണ്ടവർക്ക് നമ്പർ NOC അവരുടെ പേരിൽ എടുത്തു കൊടുക്കുന്ന റേറ്റ് ആണിത്. ഫണ്ടിങ് ഹോൾഡിംഗ് ഒന്നുമില്ല. റെഡി പേയ്മെന്റ് മേശപ്പുറത്ത് വെക്കുക, കച്ചവടം ചെയ്യാൻ പോവുക. തീർച്ചയായിട്ടും എല്ലാ ഭാഗവും ഓക്കെ. എഞ്ചിൻ സൈഡ്, ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഡീലർ ഗ്യാപ്പിലുള്ള ഒരു വണ്ടിയാണ്. ആവശ്യക്കാരാണെങ്കിൽ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, റീപ്ലേസ്, മേജർ ആയിട്ടുള്ള ടോട്ടൽ ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യാം. കുതിരത്തിന്റെ ഒരു ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു ബ്രോ? 2018 സിംഗിൾ ഓണർഷിപ്പ്. അത് A to Z കമ്പനി സർവീസ്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ബോംബെ നിന്ന് വന്ന കണ്ടീഷനിൽ MH വണ്ടി ഇപ്പൊ നിലവിൽ വന്ന കണ്ടീഷനിലുള്ള കച്ചവടം. ഇപ്പത്തെ റേറ്റ് നിങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ള കാര്യം നമ്മൾ ഗ്യാരണ്ടി. ഈ റേറ്റ് നിങ്ങൾക്ക് തരാം 11,90. 2018 മോഡൽ 11,90. റീപ്ലേസ്, ഫ്ലഡ് ഗ്യാരണ്ടി. ഫ്രണ്ട് ഗ്ലാസ് പോലും ഒറിജിനൽ. മെക്കാനിക് എല്ലാം സ്മൂത്ത് കണ്ടീഷൻ. അതെ, 11,90 നിങ്ങൾക്ക് തരാൻ പറ്റും. വൃത്തിയാക്കി ക്വാളിറ്റി ആക്കി നമ്മളെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വില മാറും, റേറ്റ് കൂടും. വന്ന കണ്ടീഷനിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക്, ഓൾ ഇന്ത്യ NOC നിങ്ങൾക്ക് എടുത്തരാൻ പറ്റും. NOC എടുത്തു കൊടുക്കാം. ഏത് RTO യാതൊരു മിസ്റ്റേക്ക് ഇല്ല. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് വണ്ടിയുടെ നമ്പർ ഹിസ്റ്ററി അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ G4 മാനുവൽ വരുന്ന ക്രിസ്റ്റ. അതും നല്ല അടിപൊളി സീറ്റ് കവർ അഡീഷണൽ ആയിട്ട്. 2018 സിംഗിൾ ഓണർ ആണ്. അതും ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ഉള്ള വണ്ടി. റേറ്റ് ആണ് 11,90. ഒരൊറ്റ ഓണർ. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. ഇതുമത്തിന്റെ ക്രിസ്റ്റ ഇതെങ്ങനെയായിരുന്നു? ഇതും 2020 ഓട്ടോമാറ്റിക്. ഫസ്റ്റ് ഓണർ. 1,13,000 കിലോമീറ്റർ. ഫ്രണ്ട് ഗ്ലാസ് മാത്രം ചേഞ്ച്. വേറെ റീപെയിന്റ് പോലും കയറാത്ത വണ്ടി. മെറ്റൽ ബോഡിയിൽ റീപെയിന്റ് കയറാത്ത വണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ 1,13 ഹിസ്റ്ററി സർവീസുള്ള വണ്ടിയാണ്. അതും ഓട്ടോമാറ്റിക് വരുന്ന 15.5 ലക്ഷം രൂപ നെറ്റ് റേറ്റ്. 15,50,000 2020 വണ്ടി. അതും ഓട്ടോമാറ്റിക് കമ്പനി സർവീസ് റെക്കോർഡ് നിങ്ങൾക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം. എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വാഹനമാണ്. ഓഫറിൽ ഇതൊക്കെ നമ്മള് നെറ്റ് റേറ്റുകളാണ്. പരമാവധി കസ്റ്റമർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കണ്ടീഷനിലാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. വലിയ ബാർഗൈൻ 2020 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർ 1,13 ഓട്ടം. കമ്പനി ഹിസ്റ്ററി. ഒരു ഗ്ലാസ് അല്ലാതെ വേറെ ഒന്നും മാറിയില്ല. ആ ഗ്ലാസ് മാറിയതും കമ്പനിയിൽ നിന്നുള്ള. അതും A to Z നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. റേറ്റ് ആണ് ഹൈലൈറ്റ്. ഓഫർ റേറ്റ് ആണ്. 15 ലക്ഷം. കിടുക്കാച്ച് വണ്ടി ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇതിപ്പോ നിലവിൽ നിലമ്പൂരിലോട്ട് NOC എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അവരുടെ പേരിലോട്ട് NOC എടുത്തരാൻ പറ്റും. ഇത് NOC എടുത്തിട്ടുണ്ട്. UP 14 ഗാസിയാബാദ് 2017 സെഡ് ഓട്ടോമാറ്റിക്. ഫസ്റ്റ് ഓണർ 2 lakh കിലോമീറ്റർ. ടോപ്പ് 2.8 ഓട്ടോമാറ്റിക്. റേറ്റ് 14.5 ലക്ഷം രൂപ തരാം. 14 ലക്ഷം രൂപ. സെഡ് ഓട്ടോമാറ്റിക്. അതും സിംഗിൾ ഓണർ. A to Z ഹിസ്റ്ററി. അത് നമുക്ക് ഏത് വണ്ടിയുടെയും ഹിസ്റ്ററി നമ്മൾക്ക് ചെക്ക് ചെയ്തിട്ടല്ലോ ഓക്കെ ആയിട്ട് പോന്നാൽ മതി. ഇനി ഇതിന്റെ ഗ്രേ കളർ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. വന്ന കണ്ടീഷനിൽ ഡീലർ പ്രൈസ് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് വൃത്തിയാക്കിയ വണ്ടിയിലൊക്കെ റേറ്റ് നിങ്ങൾക്ക് കുറച്ച്. ഗ്രേ കളർ വാഹനമാണ്. ഇനി ബ്ലാക്കിലോട്ട് കൺവേർഷൻ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ബ്ലാക്കിലോട്ട് മാറ്റാൻ പെട്ടെന്നുണ്ട്. മാറ്റം ചെയ്യാം. ഗ്രേ കളർ നല്ല ഡിമാൻഡ് ഉള്ള വാഹനമാണ് ഓൾറെഡി. പക്ഷെ ബ്ലാക്കിന് അതിലും കൂടുതൽ ഡിമാൻഡ്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീലർ പ്രൈസിന് വന്ന കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ല വന്ന് പണി എടുത്തു കഴിഞ്ഞാൽ ഡീലർ പ്രൈസിൽ നമുക്ക് ചോദിക്കരുത്. കാരണം അത്രയും എമൗണ്ടും അത്രയും സമയം നമ്മൾ അതെ. അപ്പോ ഇവിടെ വേറെ ഇതേ കളറിൽ ഒന്ന് ഇത് 2021 ലാസ്റ്റ് മോഡല്. 21 ലാസ്റ്റ് മോഡല് ഓട്ടോമാറ്റിക്
G4 ഓട്ടോമാറ്റിക്. പക്ഷെ സെഡിന്റെ ഹെഡ്ലൈറ്റ്, DRL, അതുപോലെ തന്നെ ലെതർ സീറ്റ് കവർ ഒക്കെ സെഡിന്റെ ചെയ്ത് അതുകൊണ്ടാണ് ഇതിന് സെഡിന്റെ ഇത് വരുന്നത്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത്. റേറ്റ് 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപ. 2021 ലാസ്റ്റ് സിംഗിൾ ഓണർ, ഒരു ക്ലെയിമോ റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം. 20 ക്രിസ്റ്റ ഓട്ടോമാറ്റിക്, 16 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. അതും 2 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. ടയർ 4 ഇഞ്ചിന്റെ പുത്തൻ ടയർ, ഡയമണ്ട് കട്ട് വീല്, സ്റ്റെപ്പ്, ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാം. അത്രക്കും പക്ക വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല കിടുക്കാച്ച് കളർ അല്ല, അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഒരു 19 ഗ്രേ കളർ. 19 ഗ്രേ കളർ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. 2019 4 മാസം സിംഗിൾ ഓണർ. ഇപ്പൊ NOC നിലമ്പൂരിലോട്ട് എടുത്തിട്ടുണ്ട്. വണ്ടിയെല്ലാം കാണിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി ടാക്സ് അടച്ചാൽ മതി. NOCയിൽ നമുക്ക് തരുന്ന റേറ്റ് 12,50,000 രൂപ. നമ്പർ ആക്കിയിട്ട് വരുമ്പോ, നമ്പർ ആക്കിയിട്ട് കേരളത്തിലോട്ട് നമ്പർ ആക്കിയിട്ട് വരുമ്പോ ഒരു 2 ലക്ഷം രൂപന്റെ താഴെയായിട്ട് നമുക്ക് എക്സ്പെൻസ് വരും. ഒരു 14.5 ലക്ഷം രൂപ പ്രതീക്ഷിക്കണം നമ്മൾ. വണ്ടി എന്ത് വേറെ ആക്സിഡന്റ്, ഫ്ലഡ്, റീപ്ലേസ് നമ്മൾ ഗ്യാരണ്ടിയാണ്. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. G+ ആണ്. സ്റ്റാരിംഗ് കൺട്രോള്, കമ്പനി സെറ്റ്, ലെതർ സീറ്റ്, ഡയമണ്ട് കട്ട് സാധാ നോർമൽ അലോയ് വീല്, ടൈപ്പ് 3 കൺവെർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. റേറ്റ് 12.5 ലക്ഷം രൂപക്ക് 19 ക്രിസ്റ്റ കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ വീണ്ടും ഇത് 18 ലാസ്റ്റ് മോഡൽ ഓട്ടോമാറ്റിക് 13,40,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് 18 മോഡൽ 1,40,000 കിലോമീറ്റർ വിത്ത് കമ്പനി റെക്കോർഡ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ചേഞ്ച് കമ്പനിന്നല്ല, പുറത്തുനിന്ന് ഹിസ്റ്ററിയിലില്ല. പക്ഷെ വണ്ടി നമുക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ട്. മൊത്തം നമ്മൾ ചെക്ക് ചെയ്താണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. UP 16 നോയിഡ RTO ഓഫീസാണ്. വണ്ടിയുടെ നിലമ്പൂരിലോട്ട് NOCക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് റേറ്റ് തരുന്നത് വെറും 13,40,000. 13,40,000 നിങ്ങൾ ഡയറക്റ്റ് വന്നോളൂ, മാക്സിമം റേറ്റ് കുറച്ച് ഡയറക്റ്റ് വന്ന് വണ്ടി ഫുള്ള് വിളിച്ച് ബുദ്ധിമുട്ടാക്കരുണ്ട. നേരിട്ട് വണ്ടി ഉണ്ടോ ഓക്കെ ആണെങ്കിൽ വണ്ടി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം നോക്കിയാണെങ്കിൽ ഓഫറിൽ വലിയ വലിയ വണ്ടികൾ, വലിയ വിലന്റെ വണ്ടികളൊക്കെ വന്നെ ഇൻസ്പെക്ട് ചെയ്തോളൂ. അതായത് നിങ്ങൾ ഡൽഹിക്കും ഹരിയാനയ്ക്കൊന്നും പോകണ്ടല്ലോ, ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏറിപ്പോയാ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരാൻ 300 കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ അത്ര തന്നെ ഒരു 300 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ ഉള്ളല്ലോ. 300 കിലോമീറ്റർ കാരണം നിസാര ഒരു 6 മണിക്കൂർ യാത്ര, 7 മണിക്കൂർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും വന്ന് കണ്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗം നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കാം. പോരാത്തതിന് നിങ്ങൾ വണ്ടി എടുക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം നേരിട്ട് കണ്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നാവും. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഹരിയാനയിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുത്തു കൊടുത്തിരുന്നു. ഒരു കസ്റ്റമർ മാത്രമേ ഒരു മുഷിപ്പ് പറഞ്ഞാൽ മുഷിപ്പ് എന്ന് പറയാനില്ല, കാരണം ക്ലച്ച് കുറച്ച് ടൈറ്റ് ഉണ്ട്. അത് കസ്റ്റമറോട് പറഞ്ഞില്ല എന്നുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു. അത് സ്വാഭാവികം. നമ്മളിപ്പോ ചില വണ്ടികളൊക്കെ ആകുമ്പോ നിർത്തിയിട്ട് ലോ കിലോമീറ്റർ വണ്ടിയാണത്. കാരണം വളരെ ലോ കിലോമീറ്റർ പ്രൈവറ്റ് വണ്ടി കസ്റ്റമർക്ക് ഡയറക്റ്റ് നിങ്ങളെ നാട്ടിൽ എടുത്തു കൊടുക്കും. വടകര ഭാഗത്തേക്കാണ് പേയ്മെന്റ് മൊത്തം തന്ന് കസ്റ്റമറോട്. അവിടുന്ന് ലോ കിലോമീറ്റർ വണ്ടി എടുക്കുമ്പോ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇവിടെ നിന്ന് എടുക്കുന്നേക്കാളും ബെനിഫിറ്റിൽ നമുക്ക് അവിടുന്ന് കൊടുക്കാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു ക്ലച്ച് മാറണമെങ്കിൽ മിനിമം ഒരു കമ്പനിയിൽ നിന്ന് മാറാൻ 22 രൂപ ചെലവുണ്ട് കസ്റ്റമർ. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വളരെ ലോ കിലോമീറ്റർ പ്രൈവറ്റ് സിംഗിൾ ഓണർ വണ്ടി ഇവിടെ എത്തുന്നതിന്റെ മുന്നേ NOC അടിച്ചു. അത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ കസ്റ്റമറോട് നിങ്ങൾക്ക് നഷ്ടമാണ് ഞാൻ എടുത്തോളാം, കാരണം പ്രോഫിറ്റ് ഇല്ലാതെ കമ്മീഷൻ മാത്രം ചെയ്തിട്ടുള്ള കച്ചവടം ഞാൻ അവിടെ നിന്ന് എടുത്തത്. അപ്പൊ അതിൽ എനിക്ക് കുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ ലാഭം എടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് തരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാലും ചെറിയൊരു അങ്ങനെയുള്ള സാവകാശങ്ങളൊക്കെ വണ്ടി കാണാതെ എടുക്കുമ്പോ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും കൂടി നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് കണ്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട്, എന്ത് മൈനസ് ഉണ്ടെങ്കിലും അത് പറയാം. അത് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും ക്ലച്ചിന്റെ കാര്യം, ലൈനറിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഒക്കെ തിക്നെസ് നമ്മൾ ചിലപ്പോൾ വണ്ടി കുറച്ച് ദിവസം നിർത്തിയിടുമ്പോഴും കുറച്ച് പെട്ടെന്ന് ദൂരം പോകുമ്പോഴൊക്കെയാണ് ക്ലച്ചിന്റെ കാര്യം. ഒരു വിഷയമല്ല, ചീർന്ന വിഷയമോ പിക്കപ്പ് കുറവോ ഒന്നുമില്ല. കുറച്ച് ഹാർഡാണ്, കാരണം ഉപയോഗിക്കാതെ കിടന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് നോക്കണം. ലോ കിലോമീറ്റർ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വണ്ടികൾ ഡയറക്റ്റ് എടുത്തു കൊടുക്കുന്നത്. അതിൽ പെട്ട ഒരു വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഇങ്ങനെ വന്നത് ക്ലച്ച് ടൈറ്റ് ആയി. അതൊന്നും ഇപ്പൊ ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. 35 ലക്ഷം റുപ്യന്റെ വണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന വില
അത് പറയാൻ പറ്റില്ല, കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഡൽഹിത്തെ റേറ്റിന് എന്തായാലും ഇവർക്ക് നമ്മൾ വിൽക്കാൻ കഴിയില്ല. അത്രയും റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് അലുവക്കണ്ടം നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം. 2017 ന്യൂ ടൈപ്പ് കൺവെർട്ട് ചെയ്തിട്ടുള്ള വാഹനം, 17 വണ്ടി, അതും പക്ക A to Z നിങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തോളി. ഓട്ടോമാറ്റിക് മാനുവൽ വരുന്ന വാഹനം G4 ആണ്, മാനുവൽ ആണ്. ഈ വാഹനത്തിന്റെ റേറ്റ് 9,90,000 രൂപക്ക് 17 മോഡൽ G4, വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. 9,90 ക്രിസ്റ്റ കൊടുക്കാം. ഡീസലാണ്, ഇന്നോവന്റെ പൈസ ഡീസലാണ്, മാനുവൽ. ഓക്കെ, വേറെ വണ്ടിമോ വേറെ യാതൊരു പ്രശ്നവും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കും. ഇത് ടൈപ്പ് 3 ആണെങ്കിൽ ടൈപ്പ് 3 കൺവേർട്ട് ആക്കിയത് പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിയുടെ ഹൈറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അടിപൊളി മെക്കാനിക്കും കാര്യങ്ങളാണ്. ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റേറ്റ് ഹൈലൈറ്റ് 10.5 ലക്ഷം രൂപ. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ 10.5 ലക്ഷം രൂപക്ക് 17 വണ്ടി 10 രൂപ കൊടുക്കാം. അതും A to Z നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മെക്കാനിക് കാര്യങ്ങളൊക്കെ എല്ലാം G+. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. എല്ലാ വിധ ക്രിസ്റ്റുകളും നമ്മളെ സ്റ്റോക്ക് ഉണ്ട്. തീർച്ചയായും. ഓക്കെ, വീണ്ടും വൈറ്റ് ക്രിസ്റ്റുകളാണ് നിങ്ങൾ കാണിക്കുന്നത്. വൈറ്റ് ക്രിസ്റ്റുകൾ ഇവിടെ 1 2 3 4 5 6 ക്രിസ്റ്റ വൈറ്റ്. 5 ഉണ്ട്. സിൽവർ 5 6 ക്രിസ്റ്റ, ഗ്രേ കളർ, വൈറ്റ്, ബ്ലാക്ക്, ഇന്നോവ, ഫോർച്യൂണർ ഒക്കെ വേറെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ പറയാം. ആദ്യം ഇത് 18 മോഡൽ സിംഗിൾ ഓണർ. 18 സിംഗിൾ ഓണർ. ടൈപ്പ് 2 ലാണ്, അല്ല ടൈപ്പ് 1, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എല്ലാം നമ്മുടെ അടുത്തുണ്ട്. അതും വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. 18 G+ ആണ്, സിംഗിൾ ഓണർ, മാനുവൽ. നിലമ്പൂരിലോട്ട് NOC എടുത്തിട്ടുണ്ട്. പഞ്ചാബ് വണ്ടി നിലമ്പൂരിലോട്ട് NOC എടുത്തിട്ടില്ല. ഇത് നമുക്ക് റേറ്റ് വന്നുള്ളത് 12.30. 12.30 കൊടുക്കാം. അതും കിലോമീറ്റർ 1.40 ഓടിയിട്ടുള്ളൂ. 1.40 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാണിക്കാൻ പറ്റും വണ്ടിയാണ്. G+. ഓക്കെ, ഇത് നമ്പർ ആയി, ടൈപ്പ് 3 ആണ്, നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. അതും സിംഗിൾ ഓണർ ആണ്. നമ്മൾ പേർക്കുമ്പോ നമ്പർ ആയ വണ്ടി 12.5 കൊടുക്കാം. നമ്പർ ആയ വണ്ടി 12 കൊടുക്കാം. ഇത് പറയുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റിലോ ഫുൾ ഹിസ്റ്ററി, ഷോറൂം സർവീസ്, എല്ലാ ഭാഗം ക്ലിയർ. ടൈപ്പ് 3 കൺവേർഷന് കേരളത്തിൽ നമ്പർ ആയി വണ്ടിയുടെ റേറ്റ് വെറും 12,50,000 രൂപ. 17 വണ്ടി. ലോണ് സിബില് ബാങ്കിംഗ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമ്പർ ആയ വണ്ടിപ്പോ മാത്രമേ ലോൺ കിട്ടുള്ളൂ. അല്ലാത്ത വണ്ടി ലോൺ ചെയ്യാം. ഫുള്ള് ലോൺ കയറ്റി കൊടുക്കാം. ഒരു പൈസ വേണ്ട. നമ്പർ ആയ വണ്ടിക്ക് ക്യാഷും കൊണ്ട് വരണ്ടാത്തുള്ളൂ. ബാക്കി എല്ലാ വണ്ടിന്റെ ക്യാഷും കൊണ്ട് വരണം, എന്നാലേ വണ്ടി കിട്ടുള്ളൂ. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്നു. തീർച്ചയായിട്ടും. ഇവിടെ ഒരു ഇന്നോവ കാർ, അതും ചെറിയ പൈസ കൊടുക്കല്ലോ ബ്രോ? അതെ, 2012 G4, അതും പഞ്ചാബ് നമ്പർ ആക്കിയിട്ട് ഇവിടെ NOC കാര്യങ്ങളൊക്കെ റെഡിയിലുണ്ട്. വണ്ടി കാണിച്ചു, ടാക്സ് അടച്ചു, ഇനി നമ്പർ പ്ലേറ്റ് മാത്രം കിട്ടിയാൽ മതി. റേറ്റ് 5.45 കൊടുക്കാം. 5.45 കൊടുക്കാം. വണ്ടി ഹൈ ക്വാളിറ്റി. ഒന്ന് പറയാനല്ല, കണിച്ചിമ്മിട്ട് എടുക്കല. ഇവിടെ ഒരു ക്രിസ്റ്റ, ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2017 മോഡൽ 8 സീറ്റ് വണ്ടി. 8 സീറ്റ് വണ്ടി, 8 സീറ്റ് RC ഇൻക്ലൂഡ് ഉള്ള വണ്ടി. അതും G+ ആണ്. വൈറ്റ് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്, മാനുവൽ വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി. നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 8 സീറ്റ് വണ്ടിയുടെ റേറ്റ് എപ്പോഴും വില കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കൊടുക്കാം. 10.25 കൊടുക്കാം. 10.25 എടുക്കാം. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ, ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മൾ വെച്ചു കൊടുക്കാം. 8 സീറ്റ് കമ്പനി സർവീസ് ഉള്ള വൈറ്റ് കളർ നല്ല കിടക്കാച്ച് വണ്ടി. കറുകറുത്തൊരു കരിമ്പുലി അല്ല? അതെ, അതും 4x4 മാനുവല്. അതും ഫുൾ ബ്ലാക്കില്, GR ഗ്രില്ല്, GR ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, സൈഡ് എല്ലാ. അതും ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു മൊഞ്ചൻ മുതല്. റേറ്റ് 9.90 കൊടുക്കാം. കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗം വർക്കിംഗ് ഉള്ള വണ്ടി. നല്ല കിഡിലും പ്രൈസ് ആണ്. ബ്ലാക്ക് കളറിൽ അടിപൊളി ക്വാളിറ്റി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇവിടെ നമുക്ക് വൈറ്റ് കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? ഇത് 4x4 4x2 അല്ല?
4x2ഉം 4x4ഉം ഇത് 11 മോഡല് 11 മോഡൽ. ഇത് 12 നമുക്ക് ഇതിന്റെ പറയാം ആദ്യം. 2012 മോഡൽ വരുന്ന ഫോർച്യൂണർ 4x2 മാനുവൽ വരുന്ന വാഹനം 9,90,000 രൂപ നമ്പർ ആക്കിയിട്ട് 9,90,000. കമ്പനി ടൈപ്പ് 2 വരുന്നതാണ്. സ്കേർട്ട് കാര്യങ്ങളൊക്കെ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മെക്കാനിക്. റേറ്റ് 9,90 നമ്പർ ആക്കിയിട്ട് 12 മോഡൽ ഫോർച്യൂണർ 9,90 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. അതെ ഇത് 4x4 ഇത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അടുത്ത് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. DR ഹെഡ്ലൈറ്റ് പുതിയ DRL ബാക്ക് DRL കാര്യങ്ങളൊക്കെ ചെയ്ത് അതും എല്ലാ ഭാഗം പുതിയ പേപ്പർ എടുത്തിട്ടോ. 5 വർഷത്തെ 2031 വരെ പേപ്പർ എടുത്തിട്ട് നമുക്ക് റേറ്റ് വന്നുള്ളത് 9,90. എല്ലാം സെയിം. 3 ഹൈബ്രിഡും ഒരു സാധാ എഞ്ചിനും. അത് 3ഉം ZDA ആണ്. 1 ZDA പ്ലസ് ആണ്. ഇത് ആദ്യം 2016 ഒക്കെ കമ്പനി വരുന്ന വണ്ടിയാണ്. സ്കേർട്ടിങ്ങും 16 വണ്ടി ZDA 6,20,000 രൂപ കൊടുക്കാം. ZDA ആണ് വണ്ടി. അലോവിയില് സ്റ്റിയറിംഗ് കൺട്രോള് കാര്യങ്ങള് എയർ ബാഗ് എല്ലാ ഭാഗവും ഒക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററിയിലെ PDF കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക് സൈഡ് ഒക്കെ എല്ലാ ഭാഗവും ഓക്കെയാണ്. അതും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. കേരള വണ്ടി ഒറിജിനൽ കേരള. അതും 6688 നമ്പറും ഉണ്ട്. നല്ല അടിപൊളി അലുവക്കണ്ണ പോലത്തെ ഫാൻസി നമ്പർ ഉണ്ട്. ഇവിടെ വീണ്ടും ഒരു 2012-13 റേസർ നമുക്ക് വരുന്ന 3,90 കൊടുക്കാം. 3,90 വണ്ടി ക്വാളിറ്റി ഒക്കെ ZDA ആണ് വണ്ടി. വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ആണ്. ഈ റേറ്റ് ആണ് നമുക്ക് ഹൈലൈറ്റ്. 3,90 ZDA വരുന്ന വണ്ടി കൊടുക്കാം. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതെ ആവശ്യക്കാർ നോക്കട്ടെ. ഇവിടെ വീണ്ടും ഒരു ന്യൂ ടൈപ്പിൽ വന്നിട്ടുള്ള വണ്ടി അല്ലേ? ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡീസൽ ആണ്. സ്റ്റാർട്ട് അടക്കം വരുന്ന ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നമുക്ക് 6,75,000 രൂപ നെറ്റ് കൊടുക്കാം. വണ്ടി എന്തുവാ മെക്കാനിക്കലോ? 100 ഓണർ. പുതിയ ഇൻഷുറൻസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ചാവി ഉണ്ട്. ലെതർ സീറ്റ് കവർ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ എല്ലാം ഓക്കെ. മെക്കാനിക് ഒക്കെ 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അതെ, വണ്ടി യാതൊരു പ്രശ്നമില്ല. റീപ്ലേസ് ഫ്ലഡ് ആക്സിഡന്റ് ഒന്നുമില്ല. നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലേഡി ഓണർ ആണ്. ഫസ്റ്റ് ഓണർ ആണ്. ഫുള്ള് ലോണിൽ നമുക്ക് വണ്ടി ഇറക്കാനും പറ്റുമല്ലോ. ബാങ്കിങ് ഉണ്ടോ? ഫുള്ള് ലോൺ. ഇവിടെ 2 Ertiga ഫുള്ള് ലോണിൽ ഇറക്കാം. ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. BRV ഹോണ്ടയുടെ 7 സീറ്റർ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 22 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന WRV ഉണ്ട്. BRV ഉണ്ട്. BRV ആണ്. 7 സീറ്റർ ആണ്. അതും ഓഫർ റേറ്റ് 5,90,000 രൂപക്ക് വിത്ത് NOC നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ക പ്രൈവറ്റ് വണ്ടിയാണ്. നിലമ്പൂരിലോട്ട് NOC എടുത്തിന്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി സഹിതം നിങ്ങൾക്ക് തരാൻ പറ്റും. അതെ, ഡീസൽ എഞ്ചിനിൽ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. ഡ്രൈവർ നമുക്ക് 10 ലക്ഷം രൂപന്റെ വണ്ടി നമുക്ക് ഇപ്പൊ 5 ലക്ഷം രൂപ കൊടുക്കാം. പകുതി പൈസക്ക്. അതും 35,000 കിലോമീറ്റർ 19 മോഡൽ RZ സിംഗിൾ ഓണർ. 35,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. 10 ലക്ഷത്തിന്റെ മുകളിൽ ഇൻവോയ്സ് റേറ്റ് വന്നിട്ടുള്ള വണ്ടിയാണ്. വെറും 5 ലക്ഷത്തിന്റെ താഴെ നമുക്ക് വണ്ടി കൊടുക്കാം. ഇത് ഡീസൽ വണ്ടിയല്ല, പെട്രോൾ വണ്ടി. അതെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. തീർച്ചയായിട്ടും. ഓക്കെ.